ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് അതായത് കാഴ്ചപ്പാട് ഇതാണ്. അതായത് നിങ്ങൾ ഏത് ഞാൻ ജാതിയും മതമൊന്നും പറയണില്ല, നിങ്ങൾ ഏത് ഇതിലാണോ ഉള്ളത് അങ്ങനെ പറയാം, നിങ്ങൾ ഏതിലാണോ നിങ്ങൾ അറിയപ്പെടുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ളതൊക്കെ മതി. അതിൻ്റെ എന്താണോ ആ ജാതിയിൽ, അല്ലെങ്കിൽ ജാതി എന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ ജാതിയുടെ പേരും പറയണില്ല, ആ ജാതിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ ആചാരങ്ങൾ എന്താണോ അതിൻ്റെ പാട്ടുകൾ എന്താണോ അത് പാടിയാൽ മതി. അതുക്ക് മേലെ പോകാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അതാണ് ആ തോട്ട്. അതിന് മേലെ നിങ്ങൾ പോയാൽ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും, ഞങ്ങൾ മൈക്കെടുത്ത് ഇറങ്ങും, ഞങ്ങൾ കേരളം മുഴുവൻ നടക്കും, ഞങ്ങൾ പ്രതിഷേധിക്കും, ഉയരാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഉയർത്തില്ല. അടിച്ചമർത്തലുകൾ ഇത് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്ന സംഭവം. ഇതിനെയൊക്കെ പ്രതിരോധിച്ച് അവർ ഉയരങ്ങളിലേക്ക് എത്തും തോറും വീണ്ടും ഇതാ വരുന്നു, അവർ ഉയരങ്ങളിൽ എത്തുന്നു എന്ന് കണ്ട അപ്പം കണ്ണിന് ഭയങ്കര ചൊറിച്ചില്ല, നാവിനും ഭയങ്കര ചൊറിച്ചില്ല. അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ആ പ്രതിഭാസം എന്ന് പറയുന്നത്. എനിക്ക് ഫീൽ ചെയ്ത കാര്യം അതാണ്. അതായത് ഉയരരുത്, ഉയർത്തില്ല, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെന്താ, അവൻ്റെ രീതിക്കുള്ളത് പാടിയാൽ മതി, അതിനപ്പുറത്തേക്ക് അവൻ പാടണ്ടെന്ന് പറയാൻ. ഞാൻ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു റിയാക്ഷൻ ചാനൽ ഞാൻ കാണുന്നു. ഏത് റിയാക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു അമ്പലപ്പറമ്പിൽ കുറേ ലൈറ്റൊക്കെ വെച്ചിട്ട് കളിക്കുമല്ലോ. അപ്പോൾ ഒരു ലേഡി ചെറിയ ഷോർട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കളിച്ചപ്പോൾ ഒരു ചെറിയൊരു ഇതിൽ റിയാക്ഷൻ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു വീഡിയോ ഇത് അമ്പലപ്പറമ്പിൽ കളിക്കേണ്ടതാണോ ചോദിച്ചിട്ട്. അന്നെന്തേ ഈ മൈക്കും പിടിച്ചിട്ട് ഇവരെയൊന്നും കണ്ടില്ലല്ലോ, അമ്പലപ്പറമ്പിൽ എന്തിനാ ഇങ്ങനത്തെ ഇത് പാടുന്നത് ചോദിച്ചിട്ട് ആരെയും കണ്ടില്ല, ഇൻ്റർവ്യൂസിൽ ആരെയും കണ്ടില്ല. ഇപ്പം ഇങ്ങനെ ഓരോരുത്തരായി ഇറങ്ങുകയാണ്. നിർത്തണം, തകർക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ലക്ഷ്യം. അതിന് മറ്റ് പല കാര്യങ്ങളിലേക്കും ആദ്യം എന്തായിട്ടാണ് ആദ്യം വേറെ ഏതോ ഒരു നിസ്സാര കാരണം മീൻസ് ആൾ എന്തോ അഡിക്ഷൻ ആണെന്നുള്ള രീതിയിലാണ് അതിൽ പെടുത്താൻ പറ്റിയില്ല. പിന്നെ മാലയിലേക്ക് പോയി അതിൽ പെടുത്താൻ പറ്റിയില്ല. ഇപ്പോൾ പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, 5 കൊല്ലം മുന്നേ ഇട്ട വീഡിയോ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. കുത്തിപ്പിടിച്ചിരുന്ന് കണ്ടുപിടിക്കുകയാണ് അവൻ്റെ ഓരോ പോക്കും, അവൻ്റെ ഓരോ ഉയർച്ചയും, അവൻ്റെ ഓരോ വീഡിയോസും കുത്തിപ്പിടിച്ച് അതിനകത്ത് എവിടെയെങ്കിലും പഴുതുണ്ടെങ്കിൽ അവനെ തളക്കണച്ചിട്ട് തന്നെയാണ്. അത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്നൊരു കാര്യമേ ഉള്ളൂ. പിന്നെ അതേ പറയുന്നു, ഇവനെ ചേർത്ത് നിർത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ചേർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ ബുദ്ധിയാണ്. ആ ബുദ്ധി പ്രയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അതാണ് നിങ്ങളുടെ പരാജയം ഇങ്ങനെ കിടക്കുന്നതിൻ്റെ കാരണം. മനസ്സിലായി? എനിക്കതാണ് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ ആലോചിക്കണേ, അതായത് നാട്ടിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടെന്നറിയോ, എന്തെല്ലാം വിഷയങ്ങളിലൂടെയാണ് നമ്മുടെ സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വിഷയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കാൻ, ഒരു പൊതുവേദിയിൽ സംസാരിക്കാൻ ഒരു അവസരം ഉള്ള ആൾക്കാർക്ക് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അവർക്ക് അവരുടേതായ വോയിസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ആ സമയങ്ങളിൽ ഒന്നും എത്ര കാര്യങ്ങളിലൂടെയാണ് ഫേസ് ചെയ്ത് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കണമെന്നറിയോ, എന്തെല്ലാം മാനസിക സംഘർഷത്തിലൂടെയാണ് ജനങ്ങൾ പോകണമെന്നറിയോ, ഏതെല്ലാം വിഷയങ്ങൾ ഇപ്പോൾ കടന്നുപോയി. ഇതിലൊന്നും ഇവരുടെ ഒന്നും വാ തുറക്കണത് കണ്ടില്ല, ഇതിലൊന്നും ഒരു അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടില്ല. ഇതിലൊന്നും ഒരു കേരളം മുഴുവൻ സഞ്ചരിച്ച് ഒരുപാട് ആൾക്കാരൊക്കെ നമുക്ക് കൗൺസിൽ ചെയ്യാൻ പറ്റും. അതായത് ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും, നല്ല രീതിക്ക് ജനങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റും. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു എന്തെങ്കിലും ഒരു പ്രസ്ഥാനം കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശസ്തി കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് നമുക്ക് ഉപയോഗപ്പെടുത്തി ചെയ്യാൻ കഴിയും എന്ന് അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യമാണോ പറയുന്നത്? ഞാൻ ആലോചിക്കുന്നു, കേരളം മുഴുവൻ നടന്ന് വേടനെ കുറിച്ച് പറയാനാണ്, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനാണ് തിക്കും തിരക്കും. ഇപ്പോൾ ഈ കാണുന്ന ഈ സംഗതികളെ കുറിച്ച് കഷ്ടം തന്നെ. നിങ്ങളിപ്പം വേടൻ ആരുടെയോ പ്രതിനിധി എന്തോ ആയിക്കോട്ടെ, അയാൾ ഇവിടെ വേറെ ഒന്നും ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അയാളൊരു പാട്ട് പാടുന്നു, അത് ഇഷ്ടപ്പെട്ട ആൾക്കാർ കാണാൻ വരുന്നു, കേൾക്കാൻ വരുന്നു. അതിനപ്പുറം ഒന്നും അയാൾ ഇവിടെ പിന്നെ ജനങ്ങൾക്ക് ഉപദ്രവകരമായി ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. ഇത്രയും പെട്ടെന്ന് തന്നെ കേരളം മുഴുവൻ നടന്ന് കുറേ കാര്യങ്ങൾ പറയണം, ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇതിൻ്റെ പൊരുളെന്നുള്ളത്. മനസ്സിലാക്കാൻ പറ്റുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല എന്ന് മാത്രം എന്താണെന്ന് വ്യക്തമായിട്ട്. ഇവിടെ നമുക്ക് ഈ വേടൻ പാടിക്കോട്ടെ, വേടൻ്റെ പാട്ടല്ലല്ലോ നമ്മുടെ ഇഷ്ടം. ഇവിടെ സൊസൈറ്റി നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിനൊരു സൊല്യൂഷന് വേണ്ടി നിങ്ങൾ ഇറങ്ങുക. ഇന്ന പ്രശ്നങ്ങൾ നടക്കുന്നു, ഇന്ന മാനസികാവസ്ഥയിലൂടെ നിങ്ങളൊക്കെ കടന്നു പോകുന്നു, അത് നമുക്ക് തിരിച്ചു വരണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതൊന്ന് സംസാരിക്കൂ പ്ലീസ്. അതെൻ്റെ ഒരു അപേക്ഷയാണ്. ഇതൊന്നും സംസാരിക്കാൻ പറ്റുമോ? എന്നാൽ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഒന്ന് കയ്യിലെടുത്ത് നോക്ക്.
അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കുറ്റം പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ എതിർത്ത് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ പ്രശസ്തിയിൽ ആ പ്രശസ്തി ഉപയോഗപ്പെടുത്തി, മീൻസ് അത് ഉപയോഗപ്പെടുത്തി അതിലൂടെ കടന്നു നിന്ന് ശ്രദ്ധ നേടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരാൾ പ്രശസ്തിയിലേക്ക് എത്തി, അയാൾ കഷ്ടപ്പെട്ട് പ്രശസ്തിയിലെത്തിയപ്പം അയാളുടെ ആ ഒരു ഫെയിമിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ ശ്രദ്ധ നേടുകയാണ് ചെയ്യുന്നത്. അതും ഒരു താണ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ വരികളെല്ലാം കൊള്ളേൻ്റെ അടുത്ത് തന്നെ കൊണ്ടു എന്നുള്ളതാണ്. ആ കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടതിൻ്റെ വേദനയാണ് ഈ കാണുന്നതും ഈ ഇപ്പം നിങ്ങൾ ഇറങ്ങി തിരിച്ചതും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ്, അതായത് എൻ്റെ ഇടയിൽ ഒരു വ്യക്തി ഒന്ന് പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇറങ്ങിയ മറ്റേ ആൾ ഷവർമയുടെ കേസ് പറഞ്ഞ മറ്റേ ആൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ വേടൻ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളല്ല എന്നാണല്ലോ പറഞ്ഞത്. വേണ്ട, ആരും പറയുന്നില്ലല്ലോ ഇന്നൊരു സമുദായത്തെ പുള്ളി പ്രതിനിധീകരിക്കുന്നു എന്നൊന്നും പറയുന്നില്ലല്ലോ. വേണ്ട, അയാളുടെ വഴിക്ക് വിട്ടൂടെ? അയാൾ ഒരു സമുദായത്തെയും പ്രതിനിധീകരിക്കില്ല, വേണ്ട അല്ല എന്ന് പറയാൻ നിങ്ങൾ എന്തിനാ വന്നെന്ന് പറയണത്? ആണെന്നൊന്നും വേടനും പറയുന്നില്ല, ഇന്നൊരാൾ ഞാൻ പ്രതിനിധീകരിക്കും, ജനങ്ങളും ഇറങ്ങിയെന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നു എന്നും പറയണില്ലല്ലോ. എല്ലാവരും വേടൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി വരേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എൻ്റെ ഒരു തോട്ടാട്ടോ. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ വരുന്നതും സംസാരിക്കുന്നതും ചില ഗ്രൂപ്പ് ആൾക്കാരെ ഇൻഡയറക്റ്റ്ലി കൺവിൻസ് ചെയ്യാൻ വേണ്ടി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യരുത്, കാരണം ഉയർന്നാൽ നാളെ നമുക്ക് അടിയാവും, അതുകൊണ്ട് ഉയർത്തരുത് എന്ന ഒരു ഇൻഡയറക്റ്റ് കൺവിൻസിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പുതിയ സംഗതികൾ വരുമ്പോൾ, പുതിയ കാര്യങ്ങൾ ഈ വേടനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണോ എന്തോ. അപ്പം പിന്നെ മറ്റേ വ്യക്തി പറഞ്ഞതെന്താ വെച്ചാൽ, പുതിയ തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ല, അവർക്കിടയിൽ ഇങ്ങനെ സ്പർദ്ധ ഉണ്ടാക്കുന്നു എന്ന്. പുതിയ തലമുറ അറിയട്ടെ, കുറച്ച് ചരിത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നും അതിനെയൊക്കെ കുറേ പ്രതിഷേധിച്ചും പ്രതികരിച്ചും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് നിലനിൽപ്പിലേക്ക് വന്നിരിക്കുന്നതെന്നൊന്നും പുതിയ തലമുറയ്ക്ക് കുറച്ച് അറിയട്ടെ, ചരിത്രങ്ങളൊക്കെ കുറച്ച് അറിയണ്ടേ. അല്ലാതെ പുതിയ തലമുറ ഇന്നത് ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും പറയുന്നില്ലല്ലോ. ചരിത്രങ്ങൾ അവരും ഒന്ന് തെരഞ്ഞു പോട്ടെ ഇതൊക്കെ കേട്ടിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാട്ട് വന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ പുതിയ തലമുറ അറിയട്ടെ. ചരിത്രങ്ങളെല്ലാവരും അറിയണമല്ലോ. അപ്പം ശരിയെന്നാൽ ബൈ. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമല്ലോ, കമൻറ്റ് ചെയ്യൂ. ബൈ.